വർഷത്തെ ഓണത്തിന് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഈ ഇൻവിസിബിൾ ചെയിൻ. ഞാൻ ഷോപ്പിൽ നിന്നും ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ പെൻഡന്റ് ഒക്കെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. ആ ടൈമിലാണെങ്കിൽ ലോട്ടസ് പെൻഡന്റ് അതുപോലെ ലക്ഷ്മി പെൻഡന്റ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ നമ്മൾ അത് വാങ്ങിയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തു. ഇപ്പോഴും ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്തായാലും ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു പെൻഡന്റ് നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കാന്ന്. അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് കുന്തൻ സ്റ്റോൺ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഐ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ കണ്ടിട്ടാണ് കേട്ടോ. എനിക്ക് എന്താ ഈ ഒരു ഡിസൈൻ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സംഭവം ഒരു സിംഗിൾ പെൻഡന്റ് ആണ്, പക്ഷെ ചെയിൻ രണ്ട് സൈഡിൽ നിന്നായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പെൻഡന്റ് നമ്മൾ കുറച്ചുകൂടി നീളം ഉണ്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഐപ്പിന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഗിയർ വയർ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് രണ്ട് പീസ് ആക്കാം കേട്ടോ. ആ രണ്ട് പീസാണ് നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലായിട്ട് കുറച്ച് വിട്ടിട്ട് ഗിയർ ലോക്ക് ബീഡ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ ബീഡും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ കൊളുത്തും കൂടി ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇനി വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം.